ഇങ്ങനെ ഇതിലേക്ക് പോവാ. എൻട്രി കഞ്ഞിക്കൂർക്ക, വെള്ള റാഡിഷ്, ഇതിൻ്റെ ഇല, ചെടിയൊക്കെ കുടമച്ചത്. ഓറഞ്ച് വെട്ടി ഉണക്കിയെന്നല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള ഓറഞ്ചാവും. ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയത് വെട്ടി നിർത്തി ഉണക്കി വെച്ചതാണ്. ഇതെന്താ ഒലിവ് ഓയിൽ. ഒലിവ് മരം ഞാൻ ഇതേ കണ്ടിപ്പോൾ. ഇതല്ല ഇവിടെ കൃഷി ചെയ്തതിൻ്റെ ആവോ? വാങ്ങിട്ട സാധനങ്ങൾ, ഇലകളല്ലേ. കറിവേപ്പില, അവരുടെ കറിവേപ്പില, ഡ്രൈ സേജ് ലീവ്സ്, ചായയുടെ സീഡാണ് ഈ സീഡ്. ഓ, ശംഖുപുഷ്പം ഉണക്കി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ശംഖുപുഷ്പം കണ്ടോ, നമ്മൾ നിസ്സാരമായി കാണതാണ്. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതെ കണ്ടോ. റോസാപ്പൂ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതെന്താണ് പൂവ്? മൾബറി. ഇതൊക്കെ തന്നെ അല്ലേ. പല 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 മൾബറികളും. സ്പ്രിങ് ടീ, ചായ, സ്പ്രിങ് ടീ, ഇത്രയേ ഉള്ളൂ. അതെ, പല പല പൂക്കളും കായകളും. ഇവിടെ അത്തിപ്പഴം. അപ്പൊ നമുക്കൊക്കെ ഇനി നാട്ടിലിങ്ങനെ ഉണ്ടാക്കി വെക്കണം അല്ലേ. നമ്മളിതൊക്കെ തുളസിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകണ വീടും നാടാണ്. ഒരു വില കൊടുക്കുന്നില്ല. ശ്രീമോളി ഇതാണ് വൈലറ്റ് കളറുള്ള തുളസിയോ? തുളസിയിലേ. എല്ലാ തുളസി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അങ്ങനത്തെ ചായ കുടിക്കും. ഇതോ നാരങ്ങ ഉണക്കി വെച്ചിരിക്കുക. പക്ഷെ അത് ഒരു എന്തൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. എല്ലാം കൂടെ ചേർന്നിട്ടല്ല ഉണ്ടാക്കുന്നത് തന്നെ ചായ. ചില്ലിട്ട് ഒലീവ് ആണ്. അതിന് എന്തൊരു രസമല്ലേ കുപ്പികളൊക്കെ. ഈ കുപ്പികൾ കണ്ടോ കാണാൻ വെച്ചിരിക്കുന്നത്. അത് വേറൊരു സ്റ്റൈല്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ കൃഷി ചെയ്ത തക്കാളി, വഴുതനങ്ങ, എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഞങ്ങളിത് കറി വെക്കാണ്ട് പീച്ചക്കയുടെ ടേസ്റ്റാണ് ഇത് കറി വെച്ചാൽ. പച്ചമുളക് ഇതൊക്കെ ഫ്രഷായിട്ട് നമ്മൾ ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോവാം. ചെറിയ ചെറിയ വഴുതനങ്ങ, ബജിമുളക്. തനു എന്താണ് കാണുന്നത്? തനു മേലേക്ക് നോക്കിയിട്ടാണല്ലോ കാണുന്നത്. എന്താ തനു എന്തൊക്കെ കണ്ടുകൊണ്ട് ഇറക്കുന്നുണ്ട്. ഹായ്, എന്ത് രസമാണല്ലേ കോഴികളിരിക്കുന്ന പറയേൻ്റെ ഉള്ളിൽ കോഴികൾ. ശ്രീമോള് താനൊക്കെ അവിടെ ഉണ്ട്. സ്റ്റൈല മിഠായികൾ, നട്ട്സ്. ഓ, വലിയ മത്തൻ, വഴുതന, വലിയ മത്തൻ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറിയാന്നാണ് പറഞ്ഞത്. ചിരങ്ങ, വലിയ മത്തൻ, നാട്ടിൽ നിൽക്കണ പോലെയല്ലേ. അതുപോലെ കഞ്ഞിക്കൂർക്കനൊക്കെ അത് കയറിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഉള്ളിലാണ് ഇതെല്ലാം. പുല്ലുകൾ. മത്തം കണ്ടു. ചിരങ്ങിയതാ ഉണക്കി വെച്ചിരിക്കുന്നു. വിത്തിനുള്ളത്. പീച്ചക്കതാ, ഉണക്ക പീച്ചക്ക, ഉണക്ക മുരിങ്ങക്കായൊക്കെ. പിന്നെ വിത്തുണ്ടായി. ചിരങ്ങീന്. ഇതെന്താ പുല്ലുകൾ?
പക്ഷെ ഇത് എന്തോ ചൊട്ടി ഒട്ടുണ്ട്. എന്തോ പുല്ലാണത്. കോഴിമുട്ട ഇരിക്കുന്നത് ഒറിജിനൽ കോഴിമുട്ടതാ നമ്മുടെ നാട്ടിൽ. അവിടെയൊക്കെ നിറയെ കോഴിമുട്ട കണ്ടറിയാണ്ട്. പക്ഷെ ഇത് ഒറിജിനല്. നമ്മൾ നേരത്തെ പുല്ല് ശ്രീമോളെ കൊടുത്തു. ഇല്ലടാ ശ്രീമോളെ ചിരങ്ങ ഉണക്കിയ ചിരങ്ങ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടിങ്ങനത്തെ ഉണക്കിയൊക്കെ ഇറങ്ങി ഇത് വിത്തിൻ്റെ സമയത്ത് പൊട്ടിക്കും. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ഓർമ്മ. ശ്രീമോളെ ഇതെന്താണ്? അപ്പം അങ്ങനെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. പീച്ചക്ക വിത്താണല്ല. പീച്ചക്ക ഉണങ്ങിയാൽ വിത്തൊന്നുമില്ല. ചിരങ്ങയും പീച്ചക്കയും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയത്. നമ്മളത് പടവലങ്ങനെയാണോ ശ്രീ? ഇതെന്ത് സംഭവം? പടവലങ്ങയാണോ? പടവലങ്ങയുടെ പോലെ സംഭവം അല്ലേ? നീളത്തിൽ ബീൻസ് നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാൻ പറ്റിയില്ല. എനിക്ക് തേങ്ങ ഐസ്ക്രീം പൊങ്ങിൻ്റെ പോലെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ വന്ന കയറി വരുന്നിടത്ത് രണ്ട് അവിടെ നിന്ന് കണ്ടപ്പോൾ ക്രീമോള് വാങ്ങിയതാണ്. തേങ്ങയുടെ ടേസ്റ്റ് ഇളനീർ പുഡിങ്ങിൻ്റെ പോലെ അല്ലേ? സമരസമുണ്ട്. ഉണക്കി ഈത്തപ്പഴം, ചോളം, മിഠായികളും ഇതൊക്കെ എന്തൊക്കെ വാൽനട്ടോ ബദാം അങ്ങനെയൊക്കെയുള്ള മിഠായികളാണ് ഇതൊക്കെ ഈ കുപ്പിയിൽ. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ എള്ളുണ്ടൊക്കെ ഉണ്ട്. നല്ല എള്ളുണ്ട കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട്. എള്ളുണ്ട ഉപ്പിലിട്ടത്, മാങ്ങ